ഹലോ വെൽക്കം ടു ഫേസ് ദിസ് ക്വസ്റ്റ്യൻ വിത്ത് മീ രേഖ. ഞാൻ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത് ടോം ജോസഫ്, ഡയറക്ടർ ജെയിൻ യൂണിവേഴ്സിറ്റി. ഞാനിപ്പോൾ നടക്കുന്നതും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ക്യാമ്പസിലാണ്, കാക്കനാട്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയ മഹാമഹം നടക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ കണ്ടു, നമ്മൾ സംസാരിച്ചു. അപ്പോൾ ടോം അന്ന് പറഞ്ഞു തൃശ്ശൂർ പൂരം കൊച്ചിയിലാണ് എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം കൊച്ചിയിൽ തന്നെയാണോ? ഉറപ്പായിട്ടും. എന്നാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ? സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഈ വർഷം 28-ാം തീയതി ഇനാഗുറേഷൻ, 29 മുതൽ ഫെബ്രുവരി 1 വരെയാണ് പബ്ലിക്കിന് എൻട്രി ഉള്ളത്. ഓക്കെ. അപ്പോൾ എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മിറ്റിന് ഞാനും ഭാഗമായിരുന്നു. അപ്പോൾ ഒരുപാട് 315ഓളം സ്പീക്കേഴ്സ് വന്നു, 1 ലക്ഷത്തോളം ആൾക്കാർ കാണാൻ വന്നു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഇടം പിടിച്ചു. അപ്പോൾ പൂരം ഒരിക്കൽ കേമമായാൽ അടുത്ത കൊല്ലം അത് കെങ്കേമമാക്കണം. അപ്പോൾ ഈ കൊല്ലം കെങ്കേമമാക്കാൻ വേണ്ടി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്തൊക്കെയാ ടോമും ടീമും തീരുമാനിച്ചിരിക്കുന്നത്? കെങ്കേമമാക്കാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നടന്നു കഴിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഈ വർഷം സമ്മിറ്റ് വളരെ സെക്കൻഡ് എഡിഷനാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് എഡിഷനിൽ നമുക്കൊരു നല്ല ലെസൺസ് ഉണ്ട്. ചേച്ചി പറഞ്ഞതുപോലെ റെക്കോർഡ് ഒരു യാഡ് സ്റ്റിക്ക് ആക്കി എടുക്കുകയല്ല, എന്നാൽ ഈ വർഷം നമ്മൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. കാരണം സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോൾസിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ വർഷം ഏഷ്യയിൽ നടന്ന ഏറ്റവും വലിയ ഇവന്റ് ആയിരുന്നു. ഈ വർഷം നമ്മളത് അതിനെ ഒരു ഗിന്നസ് ബുക്കിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായിട്ട് സമ്മിറ്റ് ഈ വർഷം കുറച്ചും കൂടി ഒരു ഇൻക്ലൂസീവായിട്ട്, അതായത് സൊസൈറ്റിയിലെ എല്ലാ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ സാധാരണ സമ്മിറ്റിന് പോകുമ്പോൾ 315 സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കേഴ്സിന് എവിടെ പോയാലും കാണാം, ഏത് പരിപാടി പോയാലും വളരെ റെഗുലർ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫേസുകളാണ്. ഈ വർഷം നമ്മളൊരു പീപ്പിൾ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് വളരെ വ്യത്യസ്തമായിട്ട് ആശയങ്ങൾ, വളരെ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ സമ്മിറ്റ് കൊണ്ടുവരിക, അവർക്കൊരു സ്റ്റേജ് കൊടുക്കുക, അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ, അത് അവരുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കൊടുക്കുക. അങ്ങനെ പീപ്പിൾ സ്റ്റേജ് ഈ സമ്മിറ്റിന്റെ പ്രത്യേകതയാണ്. നല്ല രസമാണല്ലോ. അപ്പൊ എങ്ങനത്തെ തരം ആൾക്കാരെയാണ് അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്? നമ്മൾ ട്രെൻഡ് സെറ്റേഴ്സ് ആകാം, ചേഞ്ച് മേക്കേഴ്സ് ആകാം, സർവൈവേഴ്സ് ആകാം. അങ്ങനെ വളരെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ മാത്രം കണ്ടിട്ടുള്ളവർ, പക്ഷെ അവർക്ക് ഒരു നല്ലൊരു ഓഡിയൻസിനെയും ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും കിട്ടിയിട്ടില്ല. അതൊരു പ്രത്യേകതയാണ്. അപ്പൊ ഈ വർഷത്തെ സമ്മിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ദ സമ്മിറ്റ് ഫോർ എവരി വോയിസ്, എവരി ഡ്രീം, അല്ലെങ്കിൽ എവരി വൺ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സമ്മിറ്റ്. കാരണം നമ്മൾ ഈ സമ്മിറ്റിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ സിവിക്സ് യൂണിവേഴ്സിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നാണ്. കാരണം ഫ്യൂച്ചർ എന്നുള്ളത് ഒരു ഒരു പ്രത്യേക കാറ്റഗറിക്കോ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന് മാത്രമല്ലാതെ എല്ലാവർക്കും അതിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും, അത് ആസ്വദിക്കാനും, അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കൊടുക്കാനും. അപ്പോൾ അതിന് കഴിഞ്ഞ വർഷം നമ്മൾ വളരെ വിജയമായിരുന്നു. ഈ വർഷം കുറച്ചും കൂടി അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു വേർഷൻ നമ്മൾ ചെയ്തുകൊണ്ട് എന്താണ് സമ്മിറ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശം വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് ക്ലിയർ ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റി. അതാണ് ഈ സമ്മിറ്റിന്റെ പ്രത്യേകത. പീപ്പിൾ സ്റ്റേജ് ആണ്. ഞാൻ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. 7 ട്രാക്ക് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം 7 തന്നെയാണോ? 7 ട്രാക്ക് തന്നെയാണ്. ഈ വർഷം 7 ട്രാക്ക്: എഡ്യൂക്കേഷൻ, ടെക്നോളജി, അതുപോലെ തന്നെ എർത്ത്, അതിനകത്ത് നമ്മൾ എൻവയോൺമെന്റ് കവർ ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിലിറ്റി കവർ ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് ആക്ഷൻ കവർ ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ ഉണ്ട്, പിന്നെ ഫുഡ് കൾച്ചർ ലിറ്ററേച്ചർ ഉണ്ട്, പിന്നെ ഗ്രീൻ എന്ന് പറയുന്ന അഗ്രികൾച്ചറും പൊളിറ്റിക്സും കവർ ചെയ്യുന്നത് 7 ട്രാക്ക് തന്നെയാണ്. പിന്നെ ഒരു പെറ്റ് ഷോ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഇവിടെ ഒരുപാട്, ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം നോക്കി, ഒരുപാട് പെറ്റ്സിന്റെ ഒരു സമാഗമായിരുന്നു ഇവിടെ. അന്ന് ഈ പ്രാവശ്യം അതുണ്ടോ? ഉണ്ട്. ഈ വർഷം നമുക്കൊരു പെറ്റ് സോൺ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ നമ്മളൊരു ഫെസ്റ്റിവൽ വില്ലേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അവിടെ നമ്മൾ പഴയ പെരുന്നാളിന്റെ ഉത്സവത്തിനെ കാണാറുള്ള കർക്കിക്കുത്ത് മുതൽ എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പം വളരെ ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം വെക്കുന്നത്. കൂടാതെ നമുക്ക് ഈ വർഷം സ്പോർട്സിന്റെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ്. കാരണം യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ സ്പോർട്സ് പോലുള്ള ഗെയിംസ്. അപ്പോൾ അതിന്റെ ഒരു ടൂർണമെന്റ്, കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സിന്റെ ഫെസ്റ്റ് ആണ് നടക്കുന്നത്. പിന്നെ നമുക്ക് 4 ദിവസം നമുക്ക് ഡ്രോൺ ഷോ നടക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് കൊച്ചിയിലെ ഡ്രോൺ ഷോ ജയിലിലാണ് നടന്നത്. കഴിഞ്ഞ വർഷം നമ്മള് സേ നോ ടു ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിൻ. ഈ വർഷം നമ്മൾ 4 ദിവസവും 500 ഡ്രോൺസ് പെർഫോം ചെയ്യുന്ന ഒരു ഷോ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മ്യൂസിക് എന്റർടൈൻമെന്റ് എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഓട്ടോ എക്സ്പോ ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ടെസ്ല എക്സ് ഒരു കാർ ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മളൊരു ഒരു വൈഡ് വെറൈറ്റി ഓഫ് കാർസ് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പറയാൻ തോന്നുന്നത് വെച്ചാൽ കാണാൻ പോണ പൂരം കേട്ടറിയണ്ട, പക്ഷെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് കേട്ടറിയണല്ലോ. ഇപ്പൊ ഒരാള്, ഐ മീൻ ഹീസ് നോട്ട് എ ടെക്നോളജിസ്റ്റ്, ഹീസ് നോട്ട് ഒരു സാധാരണ ഒരു മനുഷ്യന് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ വന്നാൽ എന്തായിരിക്കും?
നമ്മൾ ഇതിനകത്ത് ക്യാമ്പയിൻ കോള് തന്നെ വരൂ കാണൂ കേൾക്കൂ എന്നുള്ളതാണ്. അതെ. സമ്മിറ്റ് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് അതെ. സമ്മിറ്റിനുണ്ട് എന്നല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. വേണ്ടിയുള്ളതല്ല, അതെ. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു മെസ്സേജാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഷെയർ ചെയ്തത്. ഒരു മിനിറ്റ്, പരീക്ഷയ്ക്ക് പഠിക്കാനോ? അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു എലമെന്റ് ഈ സമ്മിറ്റിനുണ്ടാവും. അത് സെഷൻസ് ഇഷ്ടമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടമുള്ളവരുണ്ടാകാം, അതുപോലെ തന്നെ ഫ്ലീ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, പെറ്റ്സിന് ഇഷ്ടമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ കാർ ക്രേസ് ഉള്ളവരുണ്ടാകാം. ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഈ കഴിഞ്ഞ കൊല്ലം നടത്തിയതിൽ കൂടുതലായിട്ട് ഏറ്റവും ഒരു ലേണിംഗും ഒരു ചാലഞ്ചും എന്തായിരുന്നു? അത് എങ്ങനെയാണ് ഈ പ്രാവശ്യം അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്യൂഷൻ ഫെസ്റ്റിവലാണ്. കാരണം സാധാരണ നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാണാറുണ്ട്, അല്ലെങ്കിൽ കോൺഫറൻസുകൾ കാണാറുണ്ട്, ഇവന്റുകൾ കാണാറുണ്ട്, മ്യൂസിക് ഇവന്റുകൾ കാണാം. ഇതെല്ലാം സ്റ്റാൻഡ് അലോൺ ആയിട്ട് പർട്ടിക്കുലർ കാര്യത്തെ ഫോക്കസ് ചെയ്തുള്ള കാര്യം. ഇതെന്ന് പറയുമ്പോൾ എല്ലാ ഇതിനകത്തും ഉണ്ട്. ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ചലഞ്ച്. ഇങ്ങനെ സബ്മിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊക്കെ ഒരു വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ, സ്കോളേഴ്സിന് വേണ്ടിയുള്ളതാണോ, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള പരിപാടിയാണോ, സാധാരണക്കാരന് വേണ്ടിയുള്ള പരിപാടിയാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞ വർഷം കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ഒക്കെയാണ് നമുക്ക് പത്രത്തിന്റെ ഫ്രണ്ട് പേജ്, അതായത് നോട്ട് എന്താ പറയാ, കറൻസി ബന്ധായി എന്നുള്ള സാധനം ഫസ്റ്റ്. ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും അതെല്ലാവരും ഞെട്ടി, ഇതെന്താന്ന്. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് ഒരു റീകോൾ പറയാനുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ടും നമ്മളത് ആ ഒരു പേജ് നമ്മളൊരു ക്രിയേറ്റീവ് എക്സസൈസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. കാരണം ഫ്യൂച്ചർ എന്താന്ന് നമ്മൾ പലപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ അതിനെ ലൗഡായിട്ട് ചിന്തിക്കാനോ, അല്ലെങ്കിൽ അതിങ്ങനെ വരും, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് ആളുകളെ പ്രിപ്പയർ ചെയ്യാനും നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല. കാരണം അത് നടക്കുമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എവിടെയോ നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുമായിരിക്കാം. പക്ഷെ അതിന് നമ്മൾ എപ്പോഴും അതിന് പ്രിപ്പയർഡ് ആക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് വെൽക്കം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആ ക്യാമ്പയിന്റെ ഉദ്ദേശം. പിന്നെ സമ്മിറ്റ് കൂടുതൽ ജനകീയമാകും. നോട്ടെന്ന് പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരനെ അഫക്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം അതൊരു നമ്മുടെ ഒരു എന്താ പറയുക, സമ്മിറ്റിന്റെ ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. ഈ വർഷം നമ്മളത് അതുപോലെ സമാനമായിട്ടൊരു ഫ്രണ്ട് പേജ് വരുന്നുണ്ട്. നോട്ട് എന്ന് പറയാൻ പറ്റുന്ന നോട്ടല്ല, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് 2051 എന്ത് നടക്കും, 2050 നമ്മൾ കഴിഞ്ഞ വർഷം. അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ 2051 എന്തൊക്കെയായിരിക്കും, ഒരു വർഷം കഴിയുമ്പോൾ നോട്ട് നിരോധനം എങ്ങനെ ആളുകൾ അഫക്ട് ചെയ്തു, അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയുടെ അഡോപ്ഷൻ എന്താണ്, അങ്ങനെ കുറിച്ച് ഈ വർഷം നമ്മളതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻ ഹൗസ് ക്രിയേറ്റീവ് എക്സസൈസിന് ഉപരിയായിട്ട് നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഇതിന്റെ അവരുടെ ഒപ്പീനിയൻ ചോദിക്കുക. കാരണം ആർക്കും പറയാം, അല്ലെങ്കിൽ ആർക്കും ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു പേജ് ക്യൂറേറ്റ് ചെയ്യുന്നു. അതാണ് ഈ വർഷം ഉറപ്പായിട്ട് 24-നാണ് ഈ പേജ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഒരു സഡൻ സർപ്രൈസ് ആയിരുന്നു, ഈ വർഷം നമ്മളൊരു പ്ലാൻ സർപ്രൈസ്. വെരി ഗുഡ്. അതെ, അതിൽ ഞാൻ സർപ്രൈസ് കൊടുക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗോയിങ് ബാക്ക് ടു ദ ഓൾഡർ ക്വസ്റ്റ്യൻ, ഈ ചാലഞ്ചസും ഈ പുതു ഐഡിയാസും, കാരണം നമുക്ക് ഇപ്പോഴും ഒരു ജനറേഷൻ കൂടി ഈ ജെൻസി എന്ന് പറയുന്ന ആൾക്കാരെ മുന്നോട്ട് പോകും. ഒരുപാട് നമ്മുടെ എല്ലാ ജനറേഷനിലും ഒരു തലം ആൾക്കാർ കൂടി. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നൊരു ലേണിംഗ് അത് ഈ കൊല്ലം എങ്ങനെ നികത്താൻ നോക്കണം? അല്ല, നമ്മള് ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, നമ്മുടെ ഈ വെന്യൂവിന്, സമ്മിറ്റിന്റെ വെന്യൂവിന് തന്നെ പേരിട്ടിരിക്കുന്നത് ജെൻ എക്സ്, ജെൻ വൈ, ജെൻസി, ആൽഫ, ഗാമ, ബീറ്റ എന്ന് പറയുന്ന പല, അതായത് ഓരോ ജനറേഷനെ ഡിമാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പേരുകളാണ് നമ്മൾ ഓരോ വെന്യൂസിന് ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ജെൻസിയുടെ തന്നെ ജെൻസി ലിംഗോ ലാബ് എന്ന് പറയുന്ന നമ്മൾ ജെൻസിയുടെ ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ സെഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഡേ ടു ഡേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു സംവാദത്തിനും സംസാരത്തിനും വിഷയമാക്കുക എന്നുള്ളതാണ് സമ്മിറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ചെയ്ത സെഷനിൽ നിന്ന് വ്യത്യസ്തം, കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം കുറച്ചും കൂടെ ആളുകളുടെ ഡേ ടു ഡേ കാര്യങ്ങളെ, അല്ലെങ്കിൽ എങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ ക്യാമ്പയിൻ കോളിൽ വരൂ കാണൂ കേൾക്കൂ എന്നിട്ടിരിക്കുന്നത്. കാരണം ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ് വരാനും, അല്ലെങ്കിൽ സമ്മിറ്റിനെ ഈ വിഷയങ്ങളെ കുറിച്ച്, സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പറയുന്ന വിഷയം ഫ്യൂച്ചറാണത്. ആ വിഷയം ഫ്യൂച്ചറിൽ ഒരാളെ എന്താ ഫ്യൂച്ചർ വിഷയമാണെന്നല്ല, വിഷയം ഫ്യൂച്ചർ ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കോമൺ ലേമാന് കയറി വരാനും കേൾക്കാനും കാണാനും അതിൽ ഒരു സബ്ജക്ട് ഇപ്പൊ എന്തായിരിക്കും? നമ്മളിപ്പം എന്നാണ് കേസ് കൊടു നമ്മുടെ ഒരു സബ്മിറ്റിന്റെ ഒരു ടോപ്പിക് എന്തായിരിക്കും അതിനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ഒരു കൺസ്യൂമർ പ്രശ്നം. അത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല, ഒരു ഫാമിലി, അല്ലെങ്കിൽ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ ക്യാച്ചി ആയിട്ടുള്ള കുറെ വേർഡ്സ് നമ്മൾ എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ
നമുക്ക് റീഡിങ്ങിനെ കുറിച്ചുണ്ട്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ സേവിങ്സ് ആസ് എ കൾച്ചർ ഉണ്ട്, കൺസ്യൂമർ റൈറ്റിനെ കുറിച്ചുണ്ട്, പിന്നെ ഫാമിലി അല്ലെങ്കിൽ സ്മാർട്ട് പാരന്റിങ്ങിനെ കുറിച്ചുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതായത് ഡേ ടു ഡേ അഫയേഴ്സിൽ എന്തൊക്കെയാണ്. പിന്നെ നമ്മളിപ്പം ഇപ്പൊ പുതിയ നമ്മൾ എന്താ അൺബോക്സ്ഡ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, നമ്മുടെ LGBTQ ബേസ് ചെയ്ത് നമുക്ക് അങ്ങനെയൊക്കെ എന്താണോ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അതിനൊരു യൂണിവേഴ്സിറ്റി എങ്ങനെ പ്ലാറ്റ്ഫോം കൊടുക്കുന്നു, അതായത് എല്ലാവരും ഒന്നില്ലെങ്കിൽ ഒരു ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ഒരു റീലിന്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് ഇത് ഒരു 20 മിനിറ്റോളം കേൾക്കുക. അതുപോലെ തന്നെ ഈ പീപ്പിൾ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ വളരെ നല്ല വ്യത്യസ്തങ്ങളായ ആളുകളെയാണ് എത്തിക്കുക. അവരൊക്കെ ഒരിക്കലും ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ആളുകളുമായിട്ടോ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടല്ലോ. അവരെ കോൺവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മൾ കൊടുക്കുക. ശബ്ദം ഒരു തത്തയുടെ ശബ്ദം കൊണ്ട് ചോദിക്കുകയാണ്, ഈ പ്രാവശ്യത്തെ പാട്ടുകാരൊക്കെയാ? ഇപ്രാവശ്യം നമുക്ക് നല്ലൊരു ലൈനപ്പ് ഉണ്ട്. നമുക്ക് 4 ദിവസവും നമുക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്. അതിൽ 4 ദിവസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു മാസീവ് എഫോർട്ട് നമുക്ക് എടുക്കുന്നുണ്ട്. കാരണം കുറേയും കൂടെ പാക്ഡ് ആക്കിയിട്ട് നമ്മൾ 4 ദിവസത്തേക്ക് ഇത് 4+ ഒരു ദിവസം ഇനാഗുറേഷൻ 5 ദിവസത്തേക്ക് ഇത് മാറ്റി. നമുക്ക് 4 ദിവസം പെർഫോം ചെയ്യുന്ന, നമുക്ക് അറിവ് പെർഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യോഗി ശേഖർ പെർഫോം ചെയ്യുന്നുണ്ട്, ജോനിത ഗാന്ധി ഉണ്ട്, പിന്നെ വൈൽഡ് വെൽ വിമൻ ഉണ്ട്. അങ്ങനെ ഒരു 24ഓളം ആർട്ടിസ്റ്റുകൾ നമുക്ക് 4 ദിവസമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ മിക്കതും തന്നെ കൊച്ചിയിൽ ആദ്യമായിട്ട് വരുന്നതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുവരുന്ന ബാൻഡുകൾ പല സ്റ്റേജുകളിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയ ഫേസുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റിന് ശരിക്കും പറഞ്ഞ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ, ടോമിന് ഇതൊരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഒരു എന്തായിരിക്കണം? സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ആസ് എ സോഷ്യൽ അല്ലെങ്കിൽ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി, സിവിക്സ് യൂണിവേഴ്സിറ്റി നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനുപരി നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുറികൾക്ക് അപ്പുറമായിട്ട് എങ്ങനെ എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ് എന്ന് ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് നമ്മുടെ സ്റ്റുഡൻസിന് സമ്മിറ്റ് കംപ്ലീറ്റ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റീസും നമ്മുടെ സ്റ്റുഡൻസുമാണ് ഇത് കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമുകളിൽ അവർക്ക് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഇത്രയും വരുന്ന സ്പീക്കേഴ്സോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരത് ഓർഗനൈസ് ചെയ്യാൻ നല്ലൊരു ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്കില്ല് എല്ലാവരും ഇതിനൊക്കെ അക്യൂർ ചെയ്യാം. ഈ സമ്മിറ്റിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസ്, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു ബെഞ്ച് ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പം നമ്മളിത് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് എക്സ്പോഷർ കൊടുക്കുക, അതുപോലെ ഒരു സൊസൈറ്റിയോടുള്ള നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സൊസൈറ്റിക്ക് നമുക്കൊരു ഗീവ് ബാക്ക് ആയിട്ട് കൊടുക്കാനുള്ളത്, അതാണ് നമ്മൾ സമ്മിറ്റ്. നമുക്ക് അതിനോടനുബന്ധിച്ച് നമ്മളിപ്പം സമ്മിറ്റിന് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്ന ഒരു അംബർല ഓർഗനൈസേഷൻ ഫോം ചെയ്തു. കാരണം സമ്മിറ്റ് ഒരു ഫെസ്റ്റിവൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉത്സവമായിട്ട് നടന്നങ്ങ് തീർന്നു പോകാതെ അതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ, എന്തൊക്കെ നമുക്ക് ഇന്റർവീൻ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ഉണ്ട്, സൊസൈറ്റിയിൽ ഇന്റർവീൻ ചെയ്യാൻ പറ്റിയ ഒരു സോഷ്യൽ ഇന്നോവേഷൻ നമുക്ക് എന്തൊക്കെ സ്കോപ്പ് ഉണ്ട് യൂണിവേഴ്സിറ്റിക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തൊരു വാട്ടർ ഹാസിന്റെ കുളവാഴയുടെ ഒരു പ്രശ്നം, അത് ഭയങ്കര ഒരു കേരളത്തിൽ വളരെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഒരു റിസർച്ച് റിപ്പോർട്ടും അതുപോലെ തന്നെ ഒരു കൺസൾട്ടേഷൻ ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ 3 പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അലയൻസസിനും നമ്മൾ കൊടുക്കുക. UDF, LDF, BJP കൊടുക്കുന്നുണ്ട്. അതിനോടൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തി വെച്ചാൽ നടക്കുന്നുണ്ട്. നമ്മുടെ 4 മിനിസ്ട്രീസ്, അതായത് ഫിഷറീസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഇറിഗേഷൻ, അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രീസ്, 4 മിനിസ്ട്രീസ് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ടാഞ്ചിബിൾ ആയിട്ടൊരു ഔട്ട്പുട്ട്, ഈ ഒരു പ്രശ്നം മാത്രമല്ല, ഇങ്ങനെ സമാനമായ പ്രശ്നങ്ങൾ ഒരു ടാഞ്ചിബിൾ ആയിട്ട് നമുക്കെങ്ങനെ സൊല്യൂഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈഡർ പബ്ലിക്കിൻ്റെ അറ്റൻഷൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഒരു സൊല്യൂഷൻ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വൈഡർ ക്യാൻവാസ്. അപ്പോൾ സമ്മിറ്റ് അതിനൊരു പ്ലാറ്റ്ഫോം ആകുന്നു, അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരുടെ തോട്ട്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം. ഉറപ്പായിട്ടും.
സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് വരട്ടെ. ഞാൻ ഇത് ടോമും ഞാനുള്ള മൂന്നാമത്തെ ഒരു സംസാരമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു ഇതെങ്ങനെയാണ്? ബിക്കോസ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചു, അന്ന് ഇതുമാതിരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതായത് എഞ്ചിനീയറിംഗ് ഇൻഫോ പാർക്കിൽ പഠിക്കാം എന്നുള്ളത്. ബിക്കോസ് അങ്ങനെ നിങ്ങളുടെ ഒരു ക്യാമ്പസ് തന്നെ ഇൻഫോ പാർക്കിലാണ്. ഇപ്പോൾ ഈ 2-3 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്ന കൂടുതലായിട്ടുള്ള ഈ എഡ്യൂക്കേഷനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ. എഡ്യൂക്കേഷൻ ടെക്നോളജി മാറുന്നതനുസരിച്ചാണ്. ഇപ്പം നമ്മളിപ്പോൾ AI കുറിച്ചും സാങ്കേതിക വിദ്യകളെ കുറിച്ചും എഡ്യൂക്കേഷൻ ഒരു എവല്യൂഷൻ എപ്പോഴും നമ്മൾ പണ്ട് കണ്ടിരുന്ന അപ്രോച്ച് അല്ല എഡ്യൂക്കേഷൻ. ഇപ്പം അറിവ് നേടാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ക്യാമ്പസിലേക്ക് കുട്ടികൾ വരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങളുടെ ഫിംഗർ ടിപ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഉപരിയായിട്ട് നമ്മളെപ്പോഴും എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് പുതിയ ലോകത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് ഈ പുതിയ എന്നുള്ള വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പുതിയ സ്കിൽ സെറ്റുകൾ വന്നുകൊണ്ടിരിക്കും, പുതിയ ആവശ്യങ്ങളും പുതിയതാണ്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അല്ല നാളെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അപ്പം ഒരു ഫ്യൂച്ചർ ജോബ്സിന് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സ്പേസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ഒരു വൈബ്രന്റ് സ്പേസ് ആക്കുക. കാരണം കുട്ടികളാണെങ്കിലും ഭയങ്കര ഡിസ്ട്രാക്റ്റഡ്, എന്ത് പഠിക്കണം, അനാവശ്യമായ ടെൻഷൻസ്, ഡിസ്ട്രാക്ഷൻസ്, ഇതിനെല്ലാം അവരെ ഒരു നല്ലൊരു മൂഡിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു സ്പേസിലേക്ക് കൊണ്ടുവരിക. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുക, അല്ലെങ്കിൽ നല്ല കൂട്ടുകാരെ ഫ്രണ്ട്ഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക, നല്ല ആളുകളുമായിട്ട് പരിചയപ്പെടുക, അല്ലെങ്കിൽ നല്ലൊരു ഇന്ററാക്ഷൻസ്, അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ജെയിൻ യൂണിവേഴ്സിറ്റി ശ്രമിച്ചതും. അത് നമ്മൾ അപ് ടു ആൻ എക്സ്റ്റെൻഡ് നമ്മൾ സക്സസ്ഫുൾ ആണ്. നമ്മുടെ ഈ സബ്മിറ്റ് മാത്രമല്ല, നമ്മുടെ ഓരോ എവറി ഡേയ്സ് ന്യൂ ഡേ ചെയ്യും അല്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഓരോ കോഴ്സസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വി ആർ നോ മോർ ഇൻ ടു എ ഡിഗ്രി അവാർഡിംഗ് ബിസിനസ്. അതിന്റെ കാലം മാറിക്കഴിഞ്ഞു. നമ്മൾ എങ്ങനെ നമ്മൾ അവരെ എംപ്ലോയബിൾ ആക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ അവരെങ്ങനെ കേപ്പബിൾ ആക്കുക, അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനെ എങ്ങനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ബാച്ച് ഈ വർഷം ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് വേണം. അപ്പോൾ നമുക്കൊരു 100% കുറഞ്ഞൊരു പ്ലേസ്മെന്റ് നമ്മൾ എല്ലാവർക്കും ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം വയ്ക്കുന്നത്. അത് അപ് ടു ആൻ എക്സ്റ്റെൻഡ് നമ്മൾ ഇപ്പം സോഫാർ സക്സസ്ഫുൾ ആണ്. നല്ല ഓഫേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്നു, അതുപോലെ നല്ല എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും. അത് ആ ഒരു അപ്രോച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളതിന് സക്സസ്ഫുൾ ആണ്. അങ്ങനെയുള്ളപ്പോൾ ഫാക്കൽറ്റി എങ്ങനെയാണ് എപ്പോഴും അതിനുള്ളൊരു ഉതകുന്ന മാതിരി, അതല്ലെങ്കിൽ ദേ ഹാവ് ടു ബി ഓൾസോ അപ്ഡേറ്റഡ്? അല്ല, ടീച്ചിങ് ഏറ്റവും ചലഞ്ചിങ് ജോബാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ 60 പേരുടെ ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ 60 വ്യത്യസ്തമായ ഐഡിയകൾ. പണ്ടെന്ന് പറഞ്ഞാൽ ആകെ ലൈബ്രറിയിലെ പുസ്തകം മാത്രമേ കുട്ടികൾ വായിക്കുന്നുള്ളൂ. ഇപ്പം എപ്പോൾ വേണമെങ്കിലും വാലിഡേറ്റ് ചെയ്യാൻ, ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ടെക്നോളജി അതുപോലെ ഹാൻഡിയാണ്, അതുപോലെ തന്നെ ആക്സസബിൾ ആണ്. അപ്പം ഉറപ്പായിട്ടും ടീച്ചേഴ്സ് നല്ല പ്രിപ്പറേഷൻസ് എടുക്കണം. അതിന് പിന്നെ നമ്മുടെ ഒരു കൾച്ചർ തന്നെ അതിന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ട്രഡീഷണൽ ആയിട്ട് കോളേജുകളിൽ പഠിപ്പിച്ച് വരുന്ന ടീച്ചേഴ്സിനെ ഈ ഒരു രീതിയിലേക്ക്, ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സെൻട്രിക് ലേണിംഗിലേക്കോ, അല്ലെങ്കിൽ നല്ല ഐഡിയകൾ എടുത്ത് അത് ക്ലാസ് റൂമിൽ കൊണ്ടുവരിക, അത് സബ്ജക്റ്റീവായിട്ട് കോറിലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കുട്ടികൾക്ക് കൊടുക്കുക. അത് നമ്മൾ നല്ലൊരു ഓറിയന്റേഷൻ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ കപ്പാസിറ്റി ഇന്റേണലി ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റി. 1 മണിക്കൂർ ക്ലാസ്സിന് ഒരു അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറിൽ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യണം. ഇപ്പം നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ ടീച്ചേഴ്സിനും ഞാൻ വരെ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് അവരുടെ അപ്രോച്ച്, അവരെങ്ങനെ സ്റ്റുഡൻസ് ബിഹേവിയറിനെ. ഇപ്പം ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് ഇപ്പോൾ 10 years മുമ്പ്, 20 years മുമ്പ്, 30 years മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ആസ് ലോങ് ആസ് വി ആർ നോട്ട് മീറ്റിംഗ് ദർ എക്സ്പെക്ടേഷൻ, വി ഡോണ്ട് എക്സിസ്റ്റ് ഇൻ ദിസ് മോഡൽ അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ടീച്ചേഴ്സ് എന്തുമാത്രം അതിനെക്കുറിച്ച് അവെയർ ആണ്, അല്ലെങ്കിൽ എന്ത് എഫോർട്ട് അവർ എടുക്കുന്നുണ്ട്, ടെക്നോളജി എന്തുമാത്രം അവർ ഫെമിലിയറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി ക്ലാസ് റൂമിൽ കൊണ്ടുവരാനുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നല്ലൊരു ടീച്ചിങ് ഫ്രട്ടേണിറ്റി നമ്മൾ ഓൺബോർഡ് ചെയ്യുന്നത്. അവർ ഇതുപോലെ റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ എഫോർട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കുട്ടികളെ നമ്മളൊരു സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ 100% എത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളത് എത്തിക്കാൻ വേണ്ടി ശരിക്കും ഒരിക്കലും നമുക്ക് 100% എത്തിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അതിന് എല്ലാ എഫോർട്ടുകളും വളരെ കോൺഷ്യസ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി വോയിസ് ഇസ് ഹേർഡ് എന്നുള്ളത് നമ്മൾ സബ്മിറ്റിനകത്ത് പറയുന്നുണ്ട്. ഇവിടെയും ഞാൻ അത് തന്നെ നോക്കുന്നത്. ഈച്ച് ആൻഡ് എവറി വോയിസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഹാസ് ടു ബി ഹേർഡ്. അതിൽ അവരുടെ പ്രശ്നങ്ങളാകാം, അവർ വരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, യുണീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അതിന് എങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ഓരോരുത്തർക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യൂഷ്വലി നമ്മൾ പറയും, നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ച് വേറൊരു കോർപ്പറേറ്റിലേക്ക് എത്തുമ്പോൾ ഈ എംപ്ലോയബിലിറ്റി വലിയൊരു ഫാക്ടറാണ്. അതായത് അവരെ
ഇൻഡസ്ട്രി ബിസിനസ് അക്കാഡമി ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഉവ്വ. അപ്പൊ ഇതില് ഇവിടുന്ന് വരുന്ന കുട്ടികൾക്ക് ആ ഒരു ഗ്യാപ്പ് നികത്താനായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? അല്ല, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അപ്രോച്ച് തന്നെയാണ്. കാരണം ഞാൻ പറയുന്നത് അറിവ് എന്ന് പറയുന്നത് നോളജ് എന്ന് അക്യൂർ ചെയ്യാൻ വേണ്ടി ആരും ഈ ഒരു ക്യാമ്പസിലേക്ക് ഇന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു പെഡഗോഗിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒത്തിരി പേര് ഇൻഡസ്ട്രീസിൽ നിന്ന് റിയൽ പ്രാക്ടീഷണേഴ്സിനെ ക്ലാസ് റൂമിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മൾ അത് വലിയൊരു കാര്യമാണ്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് കൊണ്ട് നമ്മൾ പുതിയൊരു ഇനിഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് എന്തൊക്കെ ടീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പല ഫീൽഡിലുള്ള ആളാണ്. ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല സിംഗേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് അവർ നമ്മളൊരു പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ഓൺ ബോർഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഒരു ടീച്ചറിന് ഒരിക്കലും ഒരു ബിസിനസ് പഠിപ്പിക്കുന്ന ടീച്ചർ എപ്പോഴും പഠിച്ചിട്ടുള്ളത് BBA അല്ലെങ്കിൽ MBA ചിലപ്പോൾ കൊടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് പുതിയ ഫൗണ്ടേഴ്സ് ക്ലാസ് റൂമിൽ വരണം, അല്ലെങ്കിൽ പുതിയ ഓൺടർപ്രണേഴ്സ് ക്ലാസ് റൂമിൽ വരണം, അല്ലെങ്കിൽ CXOs ക്ലാസ് റൂമിൽ വരണം. റിയൽ ബിസിനസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് വെരി ഗുഡ് തിങ്. അപ്പോൾ അത് എല്ലാ ഫീൽഡിലും അതെ. അത് ബിസിനസ്സിൽ മാത്രമല്ല. ഇപ്പോൾ മറൈൻ സയൻസ് എടുത്താലോ, സൈക്കോളജി എടുത്താലോ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വേറെ ഏതെങ്കിലും സബ്ജക്ട് ഏരിയയുടെ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എടുത്താലോ, നമ്മൾ അങ്ങനെ എങ്ങനെ ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയായിട്ടുള്ള ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാം. ഞാൻ അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, പിസ്സ എങ്ങനെ മേക്ക് ചെയ്യാം. ഒരു എംപ്ലോയീസിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുത്തുള്ളൊരു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തൊരു ഔട്ട്പുട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ അതാണ് ആൾക്കാർക്ക് ഇഷ്ടം ഒരു ഭാഗത്ത്, എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന ഓപ്ഷൻസ് ഒരുപാട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ബെസ്റ്റ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മളൊരു ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഗ്രാജുവേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുപരി ടൈംലി റെലവൻറ്റ് ഗ്രാജുവേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണം. റെലവൻസ് എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മളെപ്പോഴും ഒരു എന്താ പറയുന്നത്, നമ്മൾ ഇപ്പോൾ +2 കഴിഞ്ഞാൽ ഒന്നുമില്ല MBBSന് പോവുക, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോവുക, അല്ലെങ്കിൽ എല്ലാവരും AIML എടുക്കുന്നത്. നമുക്ക് ഒരു സൊസൈറ്റിക്ക് എപ്പോഴും എഞ്ചിനീയേഴ്സിനെ വേണം, അതുപോലെ തന്നെ നല്ല മറൈൻ സയന്റിസ്റ്റിനെ വേണം, നല്ല സൈക്കോളജിസ്റ്റിനെ വേണം, നമുക്ക് നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ വേണം, ഫിലിം മേക്കേഴ്സിനെ വേണം, ഹിസ്റ്റോറിയൻസിനെ വേണം. അപ്പം എല്ലാവർക്കും ഉണ്ടായാൽ മാത്രമേ ഈ എക്കോസിസ്റ്റം നിലനിൽക്കുകയുള്ളൂ. അപ്പം ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് കോഴ്സുകൾ എടുക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ഫോക്കസ് മാത്രം മറൈൻ സയൻസിന് മാത്രം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ല, നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവർക്ക് എടുക്കുന്ന ചോസൺ ഫീൽഡിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പെർട്ടൈസ് നമ്മൾ കൊടുക്കുക, അതിനെ അവരെ കേപ്പബിൾ ആക്കുക, അവരെ ടൈംലി റെലവെന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് നമ്മൾ നമ്മുടെ ഒരു ഡേ ടു ഡേ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ. ടോം ഒരു ഓൺട്രപ്രണർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പിരിറ്റ് കുട്ടികൾ വളർത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ അന്ന് താങ്കൾ എപ്പോൾ ഈ ഒരു റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി വേണം അതിന്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ കുറേ കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ what do you think a difference? ഉറപ്പായിട്ടും അത് നമ്മുടെ ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ആക്സിലറേറ്റർ ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അതൊരു ഓൺട്രപ്രണർഷിപ്പ് ക്ലബിന്റെ ഭാഗമായിട്ട്. അതുകൂടാതെ ഇൻഡിവിജ്വലായിട്ട് ഒത്തിരി സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. നമ്മളെപ്പോഴും സ്റ്റുഡൻസിന് ഒരു വെൽക്കമിങ് ആയിട്ടൊരു അപ്രോച്ച് നമ്മൾ കൊടുക്കുന്നത്. കാരണം അവരുടെ ഐഡിയാസ് കേൾക്കാൻ എല്ലാവർക്കും നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഒരു നല്ല ലിസണറെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു ഓൺട്രപ്രണർഷിപ്പ് മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ എപ്പോഴും എല്ലാവർക്കും ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനോ ലിസണറെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് ഓൺട്രപ്രണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്നൊരു ഐഡിയ ആയിട്ടുള്ളവർക്ക് എപ്പോഴും ഞാനൊരു കേൾക്കാനൊരു അവസരം ഞാൻ കൊടുക്കും. ബാക്ക് ടു സബ്മിറ്റ് ഫ്യൂച്ചർ, ഈ കൊല്ലം ടോമിന് പേഴ്സണലി നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്താണ്? ഇത് കൊണ്ടു നടക്കുന്നത് താങ്കളുടെ ടീമും, പക്ഷെ എന്നാലും പേഴ്സണലി ഇത് എനിക്ക് കാണണം, അല്ലെങ്കിൽ ഇതിൽ എനിക്കൊരു എന്തായിരിക്കും? ഞാൻ ഇതിന്റെ എല്ലാം എന്ന് വന്ന് കാണുമ്പോൾ ആ എനർജി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മുഖത്ത് വരുന്ന, കഴിഞ്ഞ വർഷം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു, ഇവിടെ വരുന്ന ഓരോ സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, വരുന്ന ഓരോ ആളുകളായിക്കോട്ടെ, അവരുടെ മുഖത്ത് കാണുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് കാണുമ്പം അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പം അല്ലെങ്കിൽ ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ്, അതിൽ കുറച്ചും കൂടെ ഒരു 100-fold എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ സെഷൻ ഒന്നിനോട് 7 ദിവസം 4 ദിവസമായി ഇത് എവിടെയാ ശരിക്കും നടക്കുന്നതല്ല? ഇവിടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ക്യാമ്പസിലും ഇൻഫോ പാർക്കിലും കിൻഫ്രയിലുമായിട്ടാണ് നടക്കുന്നത്. അപ്പം 3 ദിവസം കുറച്ചാലും ഒരിക്കലും അതിന്റെ ക്വാളിറ്റിക്ക് ഒരിക്കലും കുറവ് വരുന്നില്ല. കാരണം നമ്മൾ കുറച്ചും കൂടി അത് എന്താ പറയുന്നത്, കുറച്ചും കൂടി ഒരു തിക്കാക്കിയായിട്ട് അത് നമ്മൾ വളരെ കോംപ്രിഹെൻസീവ് ആക്കി. കാരണം ഒന്ന് സ്റ്റേജുകൾ നമ്മൾ കഴിഞ്ഞ വർഷം 7 എന്നുള്ള 14 സ്റ്റേജുകളായി 14 വെന്യൂസ് തന്നെയാക്കി. അപ്പൊ വെന്യൂസ് തന്നെ നമ്മൾ ഡബിൾ ആക്കി. അതുപോലെ തന്നെ ഒത്തിരി എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഡ്രോൺ ഷോയും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ എക്സ്പോയും ഈ സ്പോർട്സ് ഒക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യും. കാരണം അതിന്റെ ഒരു
എസൻസിൽ ഒരിക്കലും ഒരു കുറവ് വരാൻ വരുന്നില്ല. പാടില്ല. അതെ. അപ്പോൾ എനിക്കറിയാം ഇനി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടക്കാനുണ്ടെന്ന് ഇഷ്ടംമാതിരി ഈ ഒരു തൃശ്ശൂർ പൂരം കേമമാക്കാൻ കൊച്ചിയിൽ. അപ്പൊ ഞാൻ സമ്മിറ്റിന് കാണാം. അതെ. അപ്പൊ വരിക, വരൂ, കാണൂ, കേക്കൂ. കറക്റ്റ്.